നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃതകൃപ, നാച്ചുറോപ്പതി ഡോക്ടർ ആൻഡ് കൗൺസിലിംഗ് സൈക്കോതെറാപ്പിസ്റ്റ്. ഇപ്പം മിക്ക പെൺകുട്ടികൾക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഹോർമോണൽ ഇംബാലൻസ്. ഹോർമോണൽ ഇംബാലൻസ് കാരണം കുറേയധികം പ്രശ്നങ്ങൾ വരാം. PCOD, PCOS, എൻഡോമെട്രിയോസിസ്, തൈറോയ്ഡ് പ്രോബ്ലംസ്, ഒബേസിറ്റി, ഇൻഫെർട്ടിലിറ്റി, ആക്നെ. ഈ പറയുന്ന ഇത്രയും പ്രശ്നങ്ങളും ഒരൊറ്റ നാച്ചുറൽ മെത്തേഡിലൂടെ പരിഹരിക്കാൻ പറ്റും. അതാണ് സീഡ് സൈക്ലിംഗ് മെത്തേഡ്. ഇതിന് ഉപയോഗിക്കേണ്ടത് 4 തരം സീഡ്സ് ആണ്. ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം. പീരിയഡ്സ് ആകുന്ന അന്ന് മുതൽ ആദ്യത്തെ 15 ദിവസം വരെ ഫ്ലാക്സ് സീഡും പംകിൻ സീഡും ഉപയോഗിക്കണം. 15 ദിവസം കഴിഞ്ഞതിന് ശേഷം അടുത്ത പീരിയഡ്സ് തുടങ്ങുന്നത് വരെ സിസമേ സീഡ്സും സൺഫ്ലവർ സീഡ്സും ഉപയോഗിക്കണം. ഇനി സീഡ് സൈക്ലിംഗ് മെത്തേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന്, ഇത് അൺഫ്ലേവേർഡ് ആയിട്ടുള്ള സീഡ്സ് തന്നെ മേടിക്കണം. ഫ്ലേവേർഡ് ആയിട്ടുള്ള സീഡ്സ് മേടിക്കാൻ പാടില്ല. രണ്ടാമത്തത്, ഒരേ ഒരു ടേബിൾ സ്പൂൺ മാത്രം ഈ സീഡ്സ് ഉപയോഗിച്ചാൽ മതിയാവും. മൂന്നാമത്തത്, സീഡ് സൈക്ലിംഗ് മെത്തേഡ് ചെയ്യുമ്പോൾ ഇതല്ലാതെ വേറെ ഒരു രീതിയിലുള്ള സീഡ്സും എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പീരിയഡ്സ് ആകാത്തതുകൊണ്ട് പ്രഗ്നന്റ് ആകാത്ത ലേഡീസും പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്ന ലേഡീസും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.